എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഞാൻ പറയുന്നത് കേൾക്കൂ. ഞാൻ നിങ്ങളുടെ അച്ഛനാണ്. എനിക്ക് നിങ്ങളോട് സംസാരിക്കണം. നിങ്ങൾ ഓരോരുത്തരും എന്റെ ഹൃദയത്തിൽ പതിഞ്ഞിരിക്കുന്നവരാണ്. നിങ്ങളുടെ കണ്ണീരിന്റെ ഓരോ തുള്ളിയും ഞാൻ അറിയുന്നവനാണ്. നിങ്ങൾക്ക് ആരും കാണാതെ കരഞ്ഞ രാത്രികളും ആരോടും പറയാതെ ഉള്ളിൽ ഒലിപ്പിച്ച വേദനകളും എനിക്ക് മറഞ്ഞിട്ടില്ല. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഒരു പ്രത്യേക സമയത്താണ്. നിങ്ങൾക്ക് ശത്രുക്കളുണ്ടെന്ന് നിങ്ങൾ അറിയുന്ന ഈ സമയത്ത്, നിങ്ങളുടെ ഹൃദയം ഭാരം നിറഞ്ഞിരിക്കുന്ന ഈ വേളയിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. മക്കളെ, ഈ ഭൂമിയിൽ നടക്കുമ്പോൾ നിങ്ങളെ തെറ്റിദ്ധരിക്കുന്നവരും നിങ്ങളുടെ നന്മയെപ്പോലും സംശയിക്കുന്നവരും ഉണ്ടാകും. നിങ്ങൾ സ്നേഹത്തോടെ സമീപിച്ചവരിൽ നിന്ന് തന്നെ വാക്കുകളുടെ മുറിവുകൾ നിങ്ങൾക്ക് ലഭിക്കും. ചിലർ നിങ്ങളുടെ മുന്നിൽ ചിരിക്കും, പിന്നിൽ കുത്തും. ചിലർ നിങ്ങളുടെ വിശ്വാസത്തെ പരീക്ഷിക്കും. ഇത് എല്ലാം കണ്ട് നിങ്ങളുടെ ഹൃദയം കാഠിന്യമാകരുത്. ഞാൻ നിങ്ങളെ വിളിച്ചത് പ്രതികാരത്തിനല്ല, പ്രാർത്ഥനയ്ക്കാണ്. ശത്രുക്കൾ ഉണ്ടായാൽ നിങ്ങൾ ഭയപ്പെടേണ്ട, കാരണം ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾക്ക് ശത്രുക്കളുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന വെറും വാക്കുകളുടെ ശബ്ദമാകരുത്. അത് ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നുയരുന്ന നിലവിളിയായിരിക്കണം. പിതാവേ, ഞാൻ വേദനിക്കുന്നു എന്ന് നിങ്ങൾ പറയുമ്പോൾ ഞാൻ അത് കേൾക്കും. എനിക്ക് നീതി വേണം എന്ന് നിങ്ങൾ നിലവിളിക്കുമ്പോൾ ഞാൻ അത് എന്റെ കൈകളിൽ എടുക്കും. നിങ്ങൾക്ക് പ്രതികാരം ചെയ്യേണ്ടതില്ല, നീതി എന്റെ കൈകളിലാണ്. മക്കളെ, നിങ്ങൾക്ക് എതിരായി സംസാരിക്കുന്നവരെ നിങ്ങൾ എന്റെ മുമ്പിൽ കൊണ്ടുവരൂ. അവരുടെ പേരുകൾ എന്റെ സന്നിധിയിൽ ഉച്ചരിക്കൂ. എന്നാൽ ശാപത്തോടെ അല്ല, കരുണയോടെ. നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും, എനിക്ക് അറിയാം. കാരണം നിങ്ങളുടെ ഹൃദയം മുറിവേറ്റിരിക്കുന്നു. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ക്ഷമിക്കുമ്പോൾ നിങ്ങളുടെ ബന്ധനങ്ങൾ അഴിയും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ഭാരങ്ങൾ താഴെ വീഴും. നിങ്ങൾ ഒറ്റയ്ക്കല്ല. രാത്രിയുടെ നിശബ്ദതയിൽ നിങ്ങൾക്ക് തോന്നാം ആരും നിങ്ങളെ മനസ്സിലാക്കുന്നില്ലെന്ന്. എന്നാൽ ആ നിശബ്ദതയിൽ ഞാൻ നിങ്ങളുടെ സമീപത്തുണ്ട്. നിങ്ങൾക്ക് എതിരായി ചിന്തിച്ചവരുടെ ഓരോ ചിന്തയും എനിക്ക് അറിയാം. അവർ നിങ്ങളുടെ വഴികൾ തടയാൻ ശ്രമിച്ചാലും ഞാൻ നിങ്ങൾക്കായി പുതിയ വഴികൾ തുറക്കും. നിങ്ങൾ അടച്ച വാതിലുകൾ കാണുമ്പോൾ ഞാൻ തുറക്കുന്ന വാതിലുകൾ നിങ്ങൾ കാണാതെ പോകാതിരിക്കുക. മക്കളെ, ശത്രുക്കൾ ഉണ്ടാകുന്നത് നിങ്ങൾ തെറ്റായ വഴിയിലാണ് എന്നതിന് അടയാളമല്ല, പലപ്പോഴും അത് നിങ്ങൾ ശരിയായ വഴിയിലാണ് നടക്കുന്നത് എന്നതിനുള്ള തെളിവാണ്. ഇരുട്ട് വെളിച്ചത്തെ എതിർക്കുന്നതുപോലെ ദോഷം നന്മയെ എതിർക്കും. എന്നാൽ വെളിച്ചം അണയുന്നില്ല, നിങ്ങൾ എന്റെ വെളിച്ചത്തിലാണ് നടക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട. ഈ സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം ശുദ്ധമാക്കുക. ഉള്ളിൽ പകയോ വിഷമോ സൂക്ഷിക്കരുത്. അത് നിങ്ങളെയാണ് ക്ഷീണിപ്പിക്കുക. നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളുടെ സന്തോഷം മോഷ്ടിക്കരുത്. നിങ്ങളുടെ സമാധാനം എന്റെ സമ്മാനമാണ്. അത് ആരും നിങ്ങളിൽ നിന്ന് എടുത്തുകളയാൻ ഞാൻ അനുവദിക്കില്ല. നിങ്ങൾ പറയൂ, പിതാവേ, എനിക്ക് വേദന നൽകിയവരെ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. അവർക്കും വെളിച്ചം നൽകണമേ. ഇങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം സുഖപ്പെടാൻ തുടങ്ങും. മുറിവുകൾ ഒറ്റയടിക്ക് മായാതിരിക്കാം, പക്ഷേ ഞാൻ ഓരോ ദിവസവും അത് ശുശ്രൂഷ ചെയ്യും. നിങ്ങൾ ക്ഷമയുടെ വഴിയിൽ ഒരു ചെറിയ പടി വെച്ചാൽ ഞാൻ നിങ്ങളെ മുഴുവൻ വഴിയും കൈപിടിച്ച് നടത്തും. മക്കളെ, ചിലപ്പോൾ നിങ്ങൾ ചോദിക്കും, എനിക്ക് ഇതെല്ലാം എന്തിന്? ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ കണ്ണീരിന് അർത്ഥമുണ്ട്. നിങ്ങളുടെ സഹനത്തിന് ഫലമുണ്ട്. നിങ്ങൾ ഈ വേദനയിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ ആത്മാവ് ശക്തമാവുന്നു. നിങ്ങൾ മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കാൻ പഠിക്കുന്നു. നിങ്ങൾ കരുണയുള്ളവരായി മാറുന്നു. അത് എന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാന വാക്കല്ല, ഞാൻ തന്നെയാണ് നിങ്ങളുടെ തുടക്കവും അവസാനവും. ഞാൻ നിങ്ങൾക്കായി നിശ്ചയിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ ആരും തടയാൻ കഴിയില്ല. അവർ നിങ്ങളെ താഴെയിറക്കാൻ ശ്രമിച്ചാലും ഞാൻ നിങ്ങളെ ഉയർത്തും. അവർ നിങ്ങളെ നാണം കെടുത്താൻ ശ്രമിച്ചാലും ഞാൻ നിങ്ങളെ മഹത്വപ്പെടുത്തും. എന്നാൽ ഇതെല്ലാം എന്റെ സമയത്താണ് നടക്കുക. അതുവരെ നിങ്ങൾ വിശ്വാസത്തോടെ കാത്തിരിക്കണം. ഈ സമയത്ത് നിങ്ങൾ പ്രാർത്ഥനയിൽ നിലകൊള്ളൂ. പ്രാർത്ഥന നിങ്ങളെ മാറ്റും. നിങ്ങളുടെ ചിന്തകൾ ശാന്തമാകും. നിങ്ങളുടെ ഹൃദയം ഉറപ്പുള്ളതാകും. നിങ്ങൾ പ്രതികരിക്കേണ്ട സാഹചര്യങ്ങളിൽ പോലും നിങ്ങൾ ശാന്തരായി നിൽക്കും. അത് നിങ്ങളുടെ ശക്തിയല്ല, എന്റെ കൃപയാണ്. നിങ്ങൾ എന്നിൽ ആശ്രയിക്കുമ്പോൾ ഞാൻ നിങ്ങളെ താങ്ങും. മക്കളെ, ഞാൻ നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കില്ല. നിങ്ങൾ വീഴുമ്പോൾ ഞാൻ നിങ്ങളെ ഉയർത്തും. നിങ്ങൾ ക്ഷീണിക്കുമ്പോൾ ഞാൻ നിങ്ങളെ വിശ്രമിപ്പിക്കും. നിങ്ങൾ കരയുമ്പോൾ ഞാൻ നിങ്ങളുടെ കണ്ണീർ തുടയ്ക്കും. നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ ശബ്ദങ്ങൾക്കപ്പുറം എന്റെ ശബ്ദം നിങ്ങൾ കേൾക്കണം. നീ എന്റെ മകനാണ്, നീ എന്റെ മകളാണ് എന്ന് ഞാൻ പറയുമ്പോൾ അത് നിങ്ങളുടെ ആത്മാവിൽ ആഴത്തിൽ പതിയട്ടെ. അവസാനം ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതാണ്.
നിങ്ങൾക്ക് ശത്രുക്കളുണ്ടെങ്കിൽ ഈ സമയത്ത് പ്രാർത്ഥനയെ നിങ്ങളുടെ ശ്വാസമാക്കൂ. നിങ്ങളുടെ വേദനയെ എന്റെ മുമ്പിൽ തുറന്നു വയ്ക്കൂ. പ്രതികാരം ചെയ്യാതെ വിശ്വാസത്തോടെ മുന്നോട്ട് നടക്കൂ. ഞാൻ നിങ്ങൾക്കായി യുദ്ധം ചെയ്യും. നിങ്ങൾ സമാധാനത്തോടെ ഇരിക്കുക. എന്റെ സ്നേഹം നിങ്ങളെ ചുറ്റിപ്പിടിച്ചിരിക്കുന്നു. ഈ സ്നേഹത്തിൽ നിങ്ങൾ സുരക്ഷിതരാണ്. ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട മക്കളെ, വീണ്ടും ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു. നിങ്ങൾ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഏതോ ഒരു ഭാരമുണ്ടെന്ന് എനിക്ക് അറിയാം. നിങ്ങൾ പുറത്ത് കാണിക്കുന്നത് ധൈര്യമായ മുഖമായിരിക്കാം, പക്ഷേ ഉള്ളിൽ നിങ്ങൾ തളർന്നിരിക്കുകയാണ്. ആരും മനസ്സിലാക്കാത്ത വേദന, ആരോടും പങ്കുവയ്ക്കാൻ കഴിയാത്ത ചോദ്യങ്ങൾ, എന്തുകൊണ്ട് എനിക്ക് എന്ന നിലവിളി, ഇതെല്ലാം എന്റെ കാതുകളിൽ എത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് ശത്രുക്കളുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. മക്കളെ, ചില ശത്രുക്കൾ പുറത്ത് നിൽക്കുന്നവരായിരിക്കും. അവർ നിങ്ങളെ തുറന്നു എതിർക്കും. അവരുടെ വാക്കുകൾ തീ പോലെ നിങ്ങളുടെ ഹൃദയം പൊള്ളിക്കും. എന്നാൽ ചില ശത്രുക്കൾ നിങ്ങളുടെ ഉള്ളിലായിരിക്കും. ഭയം, നിരാശ, കുറ്റബോധം, പ്രതീക്ഷ നഷ്ടപ്പെടൽ, ഇവയും നിങ്ങളുടെ ശത്രുക്കളാണ്. ഇവ നിങ്ങളെ ഉള്ളിൽ നിന്ന് തകർക്കാൻ ശ്രമിക്കും. ഈ ശത്രുക്കളോടും നിങ്ങൾ പ്രാർത്ഥനയിലൂടെ തന്നെ പോരാടണം. കാരണം എന്റെ സാന്നിധ്യം ഉള്ളിടത്ത് ഇരുട്ടിന് അധികാരം ഇല്ല. നിങ്ങൾക്ക് തോന്നാം, ഞാൻ പ്രാർത്ഥിക്കുന്നു, എന്നിട്ടും കാര്യങ്ങൾ മാറുന്നില്ല. മക്കളെ, എല്ലാം നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഉടനെ മാറണമെന്നില്ല. ചിലപ്പോൾ ഞാൻ സാഹചര്യങ്ങളെ മാറ്റുന്നതിന് മുമ്പ് നിങ്ങളെ മാറ്റും. നിങ്ങളുടെ ഹൃദയത്തെ ശക്തമാക്കും. നിങ്ങളുടെ ആത്മാവിനെ ആഴ്പ്പെടുത്തും. നിങ്ങൾ ഇന്നുണ്ടാകുന്ന വേദന നാളെ മറ്റൊരാളെ ആശ്വസിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിവാവുന്ന അനുഭവമാകും. അതുകൊണ്ട് നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കണം. നിങ്ങൾക്ക് എതിരായി സംസാരിച്ചവരുടെ വാക്കുകൾ നിങ്ങൾ വീണ്ടും വീണ്ടും ഓർക്കുന്നുണ്ടോ? അത് നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നുണ്ടോ? മക്കളെ, ആ വാക്കുകൾ നിങ്ങളുടെ ഉള്ളിൽ ആവർത്തിക്കരുത്. നിങ്ങൾ കേൾക്കേണ്ടത് എന്റെ ശബ്ദമാണ്. ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതാണ്: നീ വിലയേറിയവനാണ്. നീ നിരസിക്കപ്പെട്ടവനല്ല, നീ പരാജിതനല്ല. ലോകം നിങ്ങളെ അളക്കുന്നത് അവരുടെ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചായിരിക്കാം, പക്ഷേ ഞാൻ നിങ്ങളെ അളക്കുന്നത് എന്റെ സ്നേഹത്താൽ ആണ്. ഈ സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവിനെ എന്റെ മുമ്പിൽ തുറന്നു വയ്ക്കൂ. പിതാവേ, എനിക്ക് ശക്തിയില്ല എന്ന് പറയാൻ ലജ്ജിക്കേണ്ട. നിങ്ങളുടെ ദൗർബല്യത്തിലാണ് എന്റെ ശക്തി പ്രവർത്തിക്കുന്നത്. നിങ്ങൾ എല്ലാം നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ തളരും. എന്നാൽ നിങ്ങൾ വിട്ടുകൊടുക്കുമ്പോൾ ഞാൻ പ്രവർത്തിക്കാൻ തുടങ്ങും. നിങ്ങളുടെ പോരാട്ടങ്ങൾ എന്റെ കൈകളിൽ ഏൽപ്പിക്കൂ. മക്കളെ, ചിലപ്പോൾ ശത്രുക്കൾ ജയിക്കുന്നതുപോലെ തോന്നും. അവർ സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നതായി നിങ്ങൾക്ക് തോന്നാം. എന്നാൽ നിങ്ങൾ കാണുന്നത് മുഴുവൻ കഥയല്ല. ഞാൻ നീതിമാനായ ന്യായാധിപനാണ്. ഓരോരുത്തരുടെയും വഴികൾ ഞാൻ അറിയുന്നവനാണ്. നിങ്ങൾക്ക് നീതി കിട്ടുന്ന ദിവസം വരും. അത് മനുഷ്യരുടെ കയ്യിലൂടെയാകണമെന്നില്ല, എന്റെ കയ്യിലൂടെയാകും. അതാണ് ഏറ്റവും സുരക്ഷിതമായ വഴി. നിങ്ങൾ ഒറ്റപ്പെട്ടതായി തോന്നുന്ന നിമിഷങ്ങളിൽ എന്റെ സാന്നിധ്യം ഓർക്കൂ. നിങ്ങൾ മിണ്ടാതിരുന്നാലും നിങ്ങളുടെ ഉള്ളിലെ നെടുവീർപ്പ് ഞാൻ കേൾക്കുന്നു. നിങ്ങളുടെ കണ്ണീർ ഞാൻ എണ്ണുന്നവനാണ്. ഒരു കണ്ണീരും നിലത്തു വീഴാൻ ഞാൻ അനുവദിക്കുന്നില്ല. ഓരോ കണ്ണീരും ഒരു വിത്തുപോലെയാണ്. അതിൽ നിന്ന് ഒരു ദിവസം സന്തോഷം മുളച്ചുയരും. മക്കളെ, നിങ്ങൾക്ക് ശത്രുക്കളുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം കുറ്റപ്പെടുത്തരുത്. ഞാൻ എന്താണ് തെറ്റ് ചെയ്തത് എന്ന ചോദ്യം നിങ്ങളെ അലട്ടരുത്. ചിലപ്പോൾ നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് തന്നെയാണ് നിങ്ങൾ എതിർക്കപ്പെടുന്നത്. നിങ്ങളുടെ നിശബ്ദത പോലും ചിലരെ അസ്വസ്ഥരാക്കും. നിങ്ങളുടെ സത്യസന്ധത ചിലർക്കു ഭാരമായിരിക്കും. എന്നാൽ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വഴി മാറ്റരുത്. നിങ്ങൾ എന്റെ വഴിയിൽ ഉറച്ചു നിൽക്കൂ. ഈ സമയത്ത് നിങ്ങൾ പ്രാർത്ഥനയിൽ പറയേണ്ട ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കാം. പിതാവേ, എന്റെ ഹൃദയം കാവൽ കാക്കേണമേ. ശത്രുക്കൾക്ക് നിങ്ങളുടെ സാഹചര്യങ്ങളെ ബാധിക്കാൻ കഴിയുമായിരിക്കും, പക്ഷേ നിങ്ങളുടെ ഹൃദയം കൈവശപ്പെടുത്താൻ അനുവദിക്കരുത്. നിങ്ങളുടെ ഹൃദയം എന്റെ ആലയമാണ്. അവിടെ പകയും വൈരാഗ്യവും പാർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവിടെ സമാധാനവും സ്നേഹവും വസിക്കട്ടെ. നിങ്ങൾ ക്ഷമിക്കുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ മോചിപ്പിക്കുന്നില്ല, നിങ്ങളെ തന്നെയാണ് മോചിപ്പിക്കുന്നത്. ക്ഷമ എന്നത് മറക്കലല്ല, അത് നിങ്ങളുടെ വേദനയെ എന്റെ കയ്യിൽ ഏൽപ്പിക്കലാണ്. ഇനി ഞാൻ ഇതിന്റെ അടിമയല്ല എന്ന് പറയലാണ്. അത് എളുപ്പമല്ല, എനിക്ക് അറിയാം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഒറ്റയ്ക്ക് ശ്രമിക്കേണ്ട, എന്റെ കൃപ നിങ്ങളെ സഹായിക്കും. മക്കളെ, നിങ്ങളുടെ ജീവിതം ഇതോടെ തീരുന്നില്ല. നിങ്ങൾ ഇപ്പോൾ കടന്നുപോകുന്ന ഈ ഘട്ടം ഒരു അധ്യായം മാത്രമാണ്. മുഴുവൻ പുസ്തകവും നിങ്ങൾ ഇതുവരെ വായിച്ചിട്ടില്ല. ഞാൻ എഴുതുന്ന കഥയിൽ പ്രതീക്ഷയുടെ പേജുകൾ ഇപ്പോഴും ബാക്കിയുണ്ട്. നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങൾ മുന്നോട്ട് നടക്കണം, കണ്ണുകളിൽ കണ്ണീരുണ്ടെങ്കിലും. നിങ്ങൾക്ക് ശത്രുക്കളുണ്ടെങ്കിൽ അവരെ ഭയപ്പെടരുത്.
അവർ നിങ്ങളുടെ വിധിയെ നിർണയിക്കുന്നവരല്ല, ഞാൻ തന്നെയാണ്. നിങ്ങൾ എന്റെ കൈകളിലാണ്. ആ കൈകളിൽ നിന്ന് നിങ്ങളെ വേർപെടുത്താൻ ആർക്കും കഴിയില്ല. ഈ സത്യം നിങ്ങളുടെ ആത്മാവിൽ ആഴത്തിൽ പതിയട്ടെ. അത് നിങ്ങളെ ഉറപ്പുള്ളവരാക്കും. ഇന്നും ഈ നിമിഷവും ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. നിങ്ങളുടെ മനസ്സിന് സമാധാനം നൽകുന്നു. നിങ്ങളുടെ ഹൃദയത്തിന് ആശ്വാസം നൽകുന്നു. നിങ്ങളുടെ ആത്മാവിന് പുതിയ ശക്തി നൽകുന്നു. നിങ്ങൾക്ക് ശത്രുക്കളുണ്ടെങ്കിലും നിങ്ങൾ ഒരിക്കലും തോറ്റവല്ല, കാരണം ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. അവസാനം വരെ. എന്നും. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഇപ്പോഴും എന്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പതിയെ ഇറങ്ങുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ആ നിശബ്ദ വേദന ഞാൻ സ്പർശിക്കുകയാണ്. നിങ്ങൾ പലപ്പോഴും പുറത്ത് ചിരിക്കുമ്പോഴും ഉള്ളിൽ ഒരു ഭാരം ചുമന്ന് നടക്കുകയാണ്. ഇനി എത്ര കാലം എന്ന ചോദ്യം നിങ്ങളുടെ ആത്മാവിൽ ഉയരുന്നുണ്ടെന്ന് എനിക്ക് അറിയാം. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് ശത്രുക്കളുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. കാരണം ഈ സമയം നിർണായകമാണ്. നിങ്ങളുടെ ആത്മാവ് തളരാതിരിക്കാൻ നിങ്ങൾ എന്നോട് ചേർന്ന് നിൽക്കണം. മക്കളെ, ചില വേദനകൾ നിങ്ങൾ വാക്കുകളാക്കി പറയാൻ പോലും കഴിയാത്തവയാണ്. അത് ആരോടും പങ്കുവയ്ക്കാനാകാത്ത ഹൃദയത്തിന്റെ ഏറ്റവും ആഴത്തിലുള്ള മുറിവുകളാണ്. നിങ്ങൾ ശ്രമിച്ചു, സഹിച്ചു, മൗനം പാലിച്ചു. എന്നിട്ടും തെറ്റിദ്ധാരണകൾ അവസാനിച്ചില്ല. നിങ്ങൾ നന്മ ചെയ്തിട്ടും ദോഷം തിരിച്ചു വന്നപ്പോൾ നിങ്ങൾ ആശ്ചര്യപ്പെട്ടു. എന്നാൽ ഓർക്കൂ, ഞാൻ എല്ലാം കാണുന്നവനാണ്. നിങ്ങൾ പറഞ്ഞിട്ടില്ലാത്ത വാക്കുകളും സഹിച്ച നിമിഷങ്ങളും എല്ലാം എന്റെ മുന്നിലുണ്ട്. നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങൾക്ക് മുന്നിൽ വിജയിക്കുന്നതുപോലെ തോന്നുന്ന ദിവസങ്ങൾ ഉണ്ടാകും. അവർ ഉറച്ചു നിൽക്കുന്നതുപോലെയും നിങ്ങൾ പിന്നിലായതുപോലെയും തോന്നാം. എന്നാൽ മക്കളെ, നിങ്ങൾ കാണുന്നത് ഉപരിതലമാണ്. ആഴത്തിൽ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. വിത്ത് മണ്ണിനുള്ളിൽ മറഞ്ഞിരിക്കുന്നപ്പോൾ അത് നശിച്ചതായി തോന്നാം. പക്ഷേ അതേ വിത്ത് ശരിയായ സമയത്ത് വലിയ വൃക്ഷമായി മാറും. നിങ്ങൾ ഇപ്പോൾ മറഞ്ഞിരിക്കുന്ന ഘട്ടത്തിലാണ്. ഭയപ്പെടരുത്. ഈ സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസം പരീക്ഷിക്കപ്പെടും. ഞാൻ ഇത്രയും കാലം വിശ്വസിച്ചല്ലോ, എന്നിട്ടും എന്തുകൊണ്ട് എന്ന ചോദ്യം വരും. ആ ചോദ്യങ്ങൾ ചോദിച്ചതിന് ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല. നിങ്ങളുടെ സത്യസന്ധത എനിക്ക് പ്രിയമാണ്. എന്നാൽ ആ ചോദ്യങ്ങളോടൊപ്പം തന്നെ എന്റെ സാന്നിധ്യം നിങ്ങൾ പിടിച്ചു നിൽക്കണം. നിങ്ങൾ എന്നെ വിട്ടുപോകാതിരിക്കണം. കാരണം നിങ്ങൾ എന്നോട് ചേർന്നു നിൽക്കുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കല്ല. മക്കളെ, നിങ്ങളുടെ ഹൃദയം കഠിനമാകരുത്. വേദന നിങ്ങളെ കല്ലാക്കി മാറ്റരുത്. നിങ്ങൾ അനുഭവിച്ച ദോഷങ്ങൾ മറ്റുള്ളവരിലേക്ക് പകരാൻ അനുവദിക്കരുത്. അത് ശത്രുക്കളുടെ വിജയം ആയിരിക്കും. ഞാൻ നിങ്ങളെ വിളിച്ചത് ഇരുട്ടിനെ പോലെ ആകാൻ അല്ല, വെളിച്ചമാകാനാണ്. വെളിച്ചം ഇരുട്ടിനെ പോലെ പെരുമാറുന്നില്ല, അത് നിശബ്ദമായി ഇരുട്ടിനെ അകറ്റുന്നു. അതുപോലെ നിങ്ങളുടെ നിശബ്ദ സ്നേഹവും പ്രാർത്ഥനയും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. നിങ്ങൾക്ക് എതിരായി കെട്ടിച്ചമച്ച കഥകൾ, തെറ്റായ വാക്കുകൾ, നിന്ദകൾ, ഇതെല്ലാം നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്നുണ്ടോ? മക്കളെ, മനുഷ്യരുടെ നാവിന് വലിയ ശക്തിയുണ്ട്. അത് മുറിവേൽപ്പിക്കാം. എന്നാൽ ഓർക്കൂ, അവസാന വാക്ക് മനുഷ്യർക്കല്ല, എനിക്കാണ്. നിങ്ങൾക്കായി ഞാൻ പറയുന്ന വാക്ക് അനുഗ്രഹത്തിൻ്റെതാണ്. അത് ഒരു ശാപവും തകർക്കാൻ കഴിയാത്തതാണ്. നിങ്ങൾ അതിൽ ഉറച്ചു നിൽക്കൂ. ഈ സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവിനെ ശാന്തമാക്കാൻ ശ്രമിക്കൂ. എല്ലാം ഒരുമിച്ച് പരിഹരിക്കണം എന്ന സമ്മർദ്ദം നിങ്ങൾക്കു തന്നെ സൃഷ്ടിക്കരുത്. ഓരോ ദിവസത്തിനും മതിയായ ശക്തി ഞാൻ നൽകും. നാളെയെക്കുറിച്ച് ഇന്ന് വിഷമിക്കേണ്ട. ഇന്നത്തെ ദിവസത്തിൽ ഞാൻ നിങ്ങളോടൊപ്പം നടക്കുകയാണ്. നിങ്ങൾ എന്റെ കൈ പിടിച്ചു നിൽക്കൂ. അടുത്ത ചുവട് ഞാൻ കാണിച്ചു തരും. മക്കളെ, ചിലപ്പോൾ നിങ്ങൾ ക്ഷീണിച്ചു പറയാം, ഇനി എനിക്ക് കഴിയില്ല. അത്തരം നിമിഷങ്ങളിലാണ് ഞാൻ നിങ്ങളെ എന്റെ ഭുജങ്ങളിൽ എടുത്തുയർത്തുന്നത്. നിങ്ങൾ നടക്കാൻ കഴിയാത്തപ്പോൾ ഞാൻ നിങ്ങളെ വഹിക്കും. നിങ്ങൾക്ക് അത് എപ്പോഴും തോന്നണമെന്നില്ല, പക്ഷേ പിന്നോട്ട് നോക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കും, നിങ്ങൾ ഒറ്റയ്ക്കായിരുന്നില്ലെന്ന്. നിങ്ങളുടെ യാത്രയിൽ നിങ്ങൾ കരുതിയതിലും അധികം എന്റെ സാന്നിധ്യമുണ്ടായിരുന്നു. നിങ്ങൾക്ക് ശത്രുക്കളുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാഭിമാനം നഷ്ടപ്പെടരുത്. അവർ നിങ്ങളെ ചെറുതാക്കാൻ ശ്രമിച്ചാലും നിങ്ങൾ നിങ്ങളുടെ മൂല്യം മറക്കരുത്. നിങ്ങളുടെ മൂല്യം അവരുടെ അഭിപ്രായങ്ങളിൽ നിന്നല്ല, അത് എന്റെ സ്നേഹത്തിൽ നിന്നാണ്. ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തവരാണ്. നിങ്ങൾ എന്റെ ഹൃദയത്തിന്റെ ഭാഗമാണ്. ഈ സത്യം നിങ്ങൾ ആവർത്തിച്ച് ഓർക്കണം, പ്രത്യേകിച്ച് നിങ്ങൾ താഴെയിറക്കപ്പെടുന്ന സമയങ്ങളിൽ. ഈ സമയത്ത് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഒരു അപേക്ഷ ഞാൻ നിങ്ങളോട് പറയാം. പിതാവേ, എന്റെ കണ്ണുകൾ തുറക്കേണമേ. ശത്രുക്കളുടെ മുഖങ്ങൾ മാത്രം കാണാതെ ഞാൻ നിങ്ങൾക്കായി ഒരുക്കുന്ന നന്മകളും കാണാൻ നിങ്ങളെ സഹായിക്കട്ടെ. ചെറിയ അനുഗ്രഹങ്ങൾ പോലും ശ്രദ്ധിക്കാനുള്ള കണ്ണുകൾ നിങ്ങൾക്ക് വേണം. അവയാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്.
അവയാണ് നിങ്ങളെ തളരാതെ നിലനിർത്തുന്നത്. മക്കളെ, നിങ്ങൾ അനുഭവിക്കുന്ന വേദന നിങ്ങളെ നിർവചിക്കുന്നില്ല, അത് നിങ്ങളെ ശക്തരാക്കുന്ന ഒരു ഘട്ടം മാത്രമാണ്. നിങ്ങൾ ഇതിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ആഴം ഉണ്ടാവുന്നു. ആ ആഴത്തിൽ നിന്നാണ് യഥാർത്ഥ കരുണയും സ്നേഹവും ഒഴുകുന്നത്. ഒരു ദിവസം നിങ്ങൾ തന്നെ അത്ഭുതപ്പെടും, ഇത്രയും വേദന അനുഭവിച്ചിട്ടും ഞാൻ എങ്ങനെ ഇത്രയും സ്നേഹിക്കാൻ കഴിയുന്നു, അതാണ് എന്റെ കൃപ. നിങ്ങൾക്ക് ശത്രുക്കളുണ്ടെങ്കിലും നിങ്ങളുടെ അവസാന കഥ സമാധാനത്തിൻ്റെതായിരിക്കും. നിങ്ങളുടെ കണ്ണീരിന് ശേഷം സന്തോഷമുണ്ടാകും. നിങ്ങളുടെ രാത്രിക്ക് ശേഷം പ്രഭാതം വരും. ഇത് ഒരു വാഗ്ദാനമാണ്. മനുഷ്യരുടെ വാക്കുകളേക്കാൾ ശക്തമായ എന്റെ വാക്കാണ് ഇത്. നിങ്ങൾ അതിൽ വിശ്വസിക്കണം. നിങ്ങൾ പിടിച്ചു നിൽക്കണം. ഇന്നും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾ പ്രിയപ്പെട്ടവരാണ്. ഉപേക്ഷിക്കപ്പെട്ടവരല്ല, തോറ്റവരല്ല. നിങ്ങൾ പോരാടുന്നത് വെറുതെയല്ല, നിങ്ങളുടെ പ്രാർത്ഥനകൾ വെറുതെയല്ല. ഓരോ നിമിഷവും ഞാൻ അത് ശേഖരിക്കുന്നു. ശരിയായ സമയത്ത് നിങ്ങൾ അതിന്റെ ഫലം കാണും. അതുവരെ എന്റെ മക്കളെ, നിങ്ങൾ വിശ്വാസത്തോടെ നടക്കൂ. ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, ഇപ്പോഴും എന്നും. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഞാൻ ഇപ്പോഴും നിങ്ങളോടൊപ്പം തന്നെയാണ്. നിങ്ങൾ ഈ വാക്കുകൾ വായിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു നിശബ്ദതയും ഒരുപാട് ചോദ്യങ്ങളും ഉണ്ടാകുമെന്ന് എനിക്ക് അറിയാം. ചില ദിവസങ്ങൾ നിങ്ങൾക്ക് ശ്വാസം എടുക്കാൻ പോലും ബുദ്ധിമുട്ടായി തോന്നും. ചുറ്റുമുള്ളവർക്ക് നിങ്ങളുടെ ഉള്ളിലെ പോരാട്ടം കാണാനാവില്ല. അവർ നിങ്ങളെ ശക്തരെന്ന് വിളിക്കും, പക്ഷേ ആ ശക്തിയുടെ പിന്നിലെ ക്ഷീണം അവർ അറിയില്ല. എന്നാൽ മക്കളെ, ഞാൻ അറിയുന്നു. നിങ്ങളുടെ ആത്മാവിന്റെ ഓരോ താളവും ഞാൻ കേൾക്കുന്നവനാണ്. നിങ്ങൾക്ക് ശത്രുക്കളുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. കാരണം ഈ സമയം നിങ്ങളുടെ ആത്മാവിനെ രൂപപ്പെടുത്തുന്ന സമയമാണ്. നിങ്ങൾക്ക് എതിരായി നിന്നവർ നിങ്ങളെ തകർക്കാൻ വന്നതല്ല, നിങ്ങൾ എത്രത്തോളം എന്നിൽ ഉറച്ചു നിൽക്കുമെന്നത് തെളിയിക്കാൻ വന്നവരാണ്. നിങ്ങൾ ഈ വേദനയിലൂടെ കടന്നുപോകുമ്പോൾ നിങ്ങളുടെ വിശ്വാസം ആഴപ്പെടുന്നു. അത് പുറമേ കാണാൻ സാധിക്കില്ല, പക്ഷേ അതാണ് നിങ്ങളെ ഉള്ളിൽ നിന്ന് ശക്തരാക്കുന്നത്. മക്കളെ, ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും, എല്ലാവരും എന്നെ വിട്ടുപോയിരിക്കുന്നു, ബന്ധങ്ങൾ അകലുന്നതുപോലെ, സ്നേഹങ്ങൾ മങ്ങുന്നതുപോലെ തോന്നാം. എന്നാൽ ഈ ഒറ്റപ്പെടൽ ശിക്ഷയല്ല, ഇത് ഒരു ഒരുക്കമാണ്. നിങ്ങൾ മനുഷ്യരുടെ ശബ്ദങ്ങളിൽ നിന്ന് അകലുമ്പോൾ എന്റെ ശബ്ദം നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമായി കേൾക്കാം. ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശയെക്കുറിച്ച്, നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ ആത്മാവിന്റെ വിളിയെക്കുറിച്ച്. നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങൾക്ക് സംശയം നൽകും. നീ മതിയായവനല്ല എന്ന ചിന്ത നിങ്ങളുടെ ഉള്ളിൽ നട്ടുവളർത്താൻ അവർ ശ്രമിക്കും. അവർ നിങ്ങളുടെ പഴയ പിഴവുകൾ ഓർമ്മിപ്പിക്കും. എന്നാൽ മക്കളെ, ഞാൻ നിങ്ങളെ നിങ്ങളുടെ പിഴവുകളാൽ വിളിക്കുന്നില്ല, ഞാൻ നിങ്ങളെ എന്റെ മക്കളായി വിളിക്കുന്നു. നിങ്ങൾ വീണ സ്ഥലങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ നിങ്ങൾ എഴുന്നേറ്റ നിമിഷങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. അത് തന്നെയാണ് ഞാൻ വിലമതിക്കുന്നത്. ഈ സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവിനെ സത്യസന്ധമാക്കൂ. അഭിനയിക്കേണ്ട, ശക്തനായെന്ന് നടിക്കേണ്ട. പിതാവേ, എനിക്ക് പേടിയുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളെ ലജ്ജിപ്പിക്കില്ല. ഭയം എന്നത് മനുഷ്യനാകുന്നതിന്റെ ഭാഗമാണ്. എന്നാൽ ഭയം നിങ്ങളെ നിയന്ത്രിക്കാതിരിക്കണം. നിങ്ങൾ ഭയത്തോട് സംസാരിക്കണം, എനിക്ക് പേടിയുണ്ടെങ്കിലും ഞാൻ മുന്നോട്ട് നടക്കും എന്ന്. കാരണം നിങ്ങൾ ഒറ്റയ്ക്കല്ല. മക്കളെ, നിങ്ങൾക്ക് എതിരായി ചിരിക്കുന്നവരും നിങ്ങളെ താഴെയിറക്കുന്നവരും ഒരു ദിവസം മൗനം പാലിക്കും. അവരുടെ വാക്കുകൾ നിലനിൽക്കില്ല, എന്നാൽ നിങ്ങൾ പ്രാർത്ഥനയിൽ ചൊരിയുന്ന കണ്ണീർ നിത്യമാണ്. അത് ഞാൻ ശേഖരിക്കുന്നു. ഓരോ കണ്ണീരും ഒരു സാക്ഷ്യമാണ്, നിങ്ങൾ കൈവിടാതെ നിന്നതിന്റെ, നിങ്ങൾ വിശ്വാസം വിട്ടുകളയാത്തതിന്റെ. നിങ്ങൾ ഇപ്പോൾ കാണുന്നത് അനീതിയായിരിക്കാം. നന്മ ചെയ്യുന്നവർ വേദനിക്കുകയും ദോഷം ചെയ്യുന്നവർ സന്തോഷിക്കുന്നതുപോലെ തോന്നാം. എന്നാൽ മക്കളെ, ഇത് താൽക്കാലികമാണ്. ഞാൻ നീതിയുടെ ദൈവമാണ്. എന്റെ സമയക്രമം മനുഷ്യരുടെ സമയത്തോട് ഒത്തുപോകണമെന്നില്ല, എന്നാൽ അത് ഒരിക്കലും തെറ്റില്ല. നിങ്ങൾ കാത്തിരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം ശുദ്ധമാക്കുക. നീതി നിങ്ങളുടെ കൈകളിൽ എടുക്കരുത്. അത് എന്റെ കൈകളിലാണ് സുരക്ഷിതം. ഈ സമയത്ത് നിങ്ങളുടെ ചിന്തകളെ കാവൽ കാക്കണം. എല്ലാ ചിന്തകളും സത്യമായിരിക്കണമെന്നില്ല. ചില ചിന്തകൾ നിങ്ങളുടെ ശത്രുക്കളുടെ വിത്തുകളായിരിക്കും. ഇനി ഒന്നും മാറില്ല, എനിക്ക് പ്രതീക്ഷയില്ല എന്ന ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ അവയെ അംഗീകരിക്കരുത്. എന്റെ സത്യം നിങ്ങൾ ഓർക്കണം. ഞാൻ നിങ്ങളെ വിട്ടുപോയിട്ടില്ല, ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ കാണാത്തിടങ്ങളിലും. മക്കളെ, നിങ്ങൾ ക്ഷീണിക്കുമ്പോൾ വിശ്രമിക്കാൻ ഭയപ്പെടരുത്. വിശ്രമം ദൗർബല്യമല്ല, അത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഇനി ഞാൻ എല്ലാം നിയന്ത്രിക്കേണ്ടതില്ല എന്ന് നിങ്ങൾ സമ്മതിക്കുന്ന നിമിഷത്തിലാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ ശക്തരാകുന്നത്. നിങ്ങൾ വിശ്രമിക്കുമ്പോൾ ഞാൻ പ്രവർത്തിക്കുന്നു. നിങ്ങൾ ഉറങ്ങുമ്പോൾ പോലും ഞാൻ നിങ്ങളുടെ വഴികൾ ഒരുക്കുന്നവനാണ്. നിങ്ങൾക്ക് ശത്രുക്കളുണ്ടെങ്കിൽ അവരെ നിങ്ങളുടെ ഹൃദയത്തിന്റെ കേന്ദ്രത്തിൽ വയ്ക്കരുത്.
അവിടം എന്റേതാണ്. നിങ്ങൾ അവരെക്കുറിച്ച് ചിന്തിച്ച് നിങ്ങളുടെ സന്തോഷം നഷ്ടപ്പെടുത്തരുത്. നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശ അവർ നിർണയിക്കരുത്. നിങ്ങൾ മുന്നോട്ട് നോക്കൂ. ഞാൻ നിങ്ങളെ വിളിച്ച വഴിയിലേക്ക് നോക്കൂ. അവിടെ പ്രതീക്ഷയുണ്ട്. അവിടെ സമാധാനമുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് ഒരു കാര്യം ഞാൻ ഉറപ്പു നൽകുന്നു. നിങ്ങൾ അനുഭവിക്കുന്ന ഈ പോരാട്ടം നിങ്ങൾ വെറുതെയല്ല, നിങ്ങൾ തളരുമ്പോഴും എഴുന്നേൽക്കുന്ന ഓരോ നിമിഷവും ഒരു സാക്ഷ്യമായി മാറും. ഒരു ദിവസം നിങ്ങൾ പിന്നോട്ട് നോക്കി പറയും, അന്നെനിക്ക് മനസ്സിലായില്ല, പക്ഷേ ഇപ്പോൾ ഞാൻ കാണുന്നു. ആ ദിവസം വരും. അതുവരെ നിങ്ങൾ വിശ്വാസത്തോടെ നടക്കണം. മക്കളെ, നിങ്ങളുടെ ഹൃദയം സ്നേഹത്തോടെ തുറന്നുവെക്കൂ. എല്ലാ മനുഷ്യരും ഒരുപോലെയല്ല. നിങ്ങൾക്ക് വേദന നൽകിയവർ നിങ്ങളെ മുഴുവൻ മനുഷ്യരെയും സംശയിക്കാൻ പഠിപ്പിക്കരുത്. നിങ്ങളുടെ ഹൃദയം അടച്ചാൽ നിങ്ങൾ തന്നെയാണ് നഷ്ടപ്പെടുന്നത്. ഞാൻ നിങ്ങളെ സ്നേഹിക്കാൻ വിളിച്ചവരാണ്. സ്നേഹം അപകടസാധ്യതയുള്ളതായിരിക്കാം, പക്ഷേ അതാണ് നിങ്ങളെ ജീവനുള്ളവരാക്കുന്നത്. നിങ്ങൾക്ക് ശത്രുക്കളുണ്ടെങ്കിലും നിങ്ങളുടെ ആത്മാവിന് ഒരു ലക്ഷ്യമുണ്ട്. ഞാൻ നിങ്ങളെ വെറുതെ ഈ ഭൂമിയിൽ വെച്ചിട്ടില്ല. നിങ്ങളുടെ വേദന പോലും ഒരു ദൗത്യത്തിന്റെ ഭാവമാണ്. നിങ്ങൾ അനുഭവിച്ച വേദനയിലൂടെ നിങ്ങൾ മറ്റുള്ളവർക്ക് വെളിച്ചമാകും. നിങ്ങൾക്ക് അത് ഇപ്പോൾ തോന്നണമെന്നില്ല, പക്ഷേ നിങ്ങളുടെ ജീവിതം ഒരു ദിവസം മറ്റൊരാളുടെ പ്രതീക്ഷയായി മാറും. ഇപ്പോൾ ഞാൻ നിങ്ങളോട് ശാന്തമായി പറയുന്നു, ഭയപ്പെടരുത്. നിങ്ങൾ കരുതുന്നതിലും അടുത്താണ് ഞാൻ. നിങ്ങളുടെ ഓരോ ശ്വാസത്തിനിടയിലും ഞാൻ ഉണ്ട്. നിങ്ങൾ തളർന്നിരിക്കുമ്പോൾ പോലും എന്റെ സ്നേഹം നിങ്ങളെ ചുറ്റിപ്പിടിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ശത്രുക്കളുണ്ടെങ്കിലും നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. ഈ സത്യം നിങ്ങളുടെ ആത്മാവിൽ ആഴത്തിൽ പതിയട്ടെ. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ യാത്രയിൽ നിങ്ങൾ കണ്ണീർ ചൊരിയേണ്ടി വന്നാലും നിങ്ങൾ പ്രതീക്ഷ കൈവിടരുത്. നിങ്ങളുടെ കഥ ഇതോടെ തീരുന്നില്ല. ഏറ്റവും മനോഹരമായ ഭാഗങ്ങൾ ഇപ്പോഴും മുന്നിലാണ്. നിങ്ങൾ വിശ്വാസത്തോടെ ഒരു ചുവട് കൂടി മുന്നോട്ട് വയ്ക്കൂ. ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഇപ്പോഴും, നാളെയും, എന്നും.